ഹമാസിനെതിരെയുള്ള ഭീഷണി ആവർത്തിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാന കരാർ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഹമാസിനെ ആക്രമിക്കും എന്നാണ് മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യൽ വഴി ആയിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതിനിടെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലും സമാധാന പദ്ധതിയും സുഗമമായി മുന്നോട്ടു പോകുമെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസൺ വ്യക്തമാക്കുകയും ചെയ്തു. President Trump's historic peace plan in the Middle East, and things are going, frankly, better than I expected that they were. This is a very, very tough situation. You have two peoples, two enemies who have fought a very tough conflict against each other. You have a terrorist organization on one hand that murdered a lot of innocent people. You've got an Israeli army that was defending itself on the other, that has learned a lot over the past couple of years. And then, of course, you have an innocent civilian population in Gaza that's caught in the middle. It is a focus of everybody here to get those bodies back home to their families so that they can have a proper burial. Now, that said, this is difficult. This is not going to happen overnight. Some of these hostages are buried under thousands of pounds of rubble. Some of the hostages, nobody even knows where they are. That doesn't mean we shouldn't work to get them, and that doesn't mean we don't have confidence that we will. It's just a reason to counsel in favor of a little bit of patience. അജയ് സുധ ബിജുണ്ട്. അജയ്, രണ്ട് രാജ്യങ്ങൾ, എനിമി രാജ്യങ്ങൾ, ശത്രു രാജ്യങ്ങൾ എന്ന് വളരെ കൃത്യമായി വാൻസ് പറയുന്നുണ്ട്. ഇതൊരു സുപ്രഭാതത്തിൽ നടക്കാവുന്ന ഒന്നല്ല. വലിയ പ്രയത്നം ഇതിന് പിന്നിൽ വേണം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ കരാറുമായി മുന്നോട്ട് പോകുമ്പോഴും അത് അത്രമേൽ സുഗമമായി മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് കരുതാനുമാകുന്നില്ലല്ലോ. അതിനിടയിലാണല്ലോ കൃത്യമായ മുന്നറിയിപ്പ് ട്രംപ് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഹമാസിനോട്. അഭിലാഷ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രംപിൻ്റെ ഭീഷണി അത് ആദ്യമായിട്ടല്ല. ഇതിനു മുൻപേ പലതവണ ഹമാസിന് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഭീഷണി എന്ന് തന്നെ പറയാം ട്രംപ് പലതവണ ആവർത്തിച്ച് നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപ് അദ്ദേഹം പറഞ്ഞത് ഹമാസ് അവിടെ ആക്രമണം തുടരുകയാണെങ്കിൽ ആദ്യം അദ്ദേഹം ഒരു നിലപാടെടുത്തത് അവിടെയുള്ള പ്രാദേശിക കക്ഷികളുമായിട്ടുള്ള ഹമാസിൻ്റെ ഏറ്റുമുട്ടൽ അത് തന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഈ നിലപാട് തിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഗാസയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം അത് ഹമാസ് തുടരുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നേരിടേണ്ടി വരും, അവരെ തങ്ങൾ ബലം പ്രയോഗിച്ച് നിരായുധീകരിക്കും, ഇത് വയലൻസിലേക്ക് ഉൾപ്പെടെ വഴിവെക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ US സേന നേരിട്ടെത്തിയാകില്ല ഇത് ചെയ്യുന്നതെന്നും ട്രംപ് അന്ന് വ്യക്തമാക്കിയതാണ്. ഇന്നാണ് കൂടുതലൊരു കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ട്രംപ് തൻ്റെ ഭീഷണി പൂർണ്ണമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അവർ വേണമെങ്കിൽ ഹമാസിനെ തിരിച്ചടിക്കും എന്ന് തനിക്ക് ഉറപ്പ് നൽകിയതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള ഭൂരിഭാഗം രാജ്യങ്ങളും തങ്ങളുമായിട്ട് വളരെയധികം സൗഹൃദത്തോടെ മുന്നോട്ട് പോവുകയാണ്. അവർ അമേരിക്കയുമായി ഒരു പുതിയ ബന്ധത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, മിഡിൽ ഈസ്റ്റ് മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള ഏതാണ്ട് ഒരു 1000 വർഷത്തിലിപ്പുറം ഉള്ള ഏറ്റവും വലിയ സമാധാനത്തിലാണ് മിഡിൽ ഈസ്റ്റ് പോകുന്നതെന്നും ട്രംപ് പറയുകയുണ്ടായി. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇസ്രായേലും തന്നോട് ചോദിച്ചിരുന്നു ഈ ഹമാസിനെ നിയന്ത്രിക്കാൻ തങ്ങളുടെ സഹായം ആവശ്യമാണോ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ താനാണ് അവരോട് ഇപ്പോൾ അത് ആവശ്യമില്ല, അവരെന്ത് നിലപാട് സ്വീകരിക്കും എന്നറിഞ്ഞതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞതെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു വേണമെങ്കിൽ അവരെ കൊണ്ട് താൻ തിരിച്ചടിപ്പിക്കും എന്നുള്ള രീതിയിലാണ് ട്രംപ് തൻ്റെ ഭീഷണി തുടരുന്നത്. അതേസമയം തന്നെ JD വാൻസ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലി നേതാക്കളെല്ലാം കണ്ടതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഈ സമാധാന കരാറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. കുറച്ചുകൂടി പ്രതീക്ഷയുള്ള ഒരു വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞത് സമാധാന കരാറിൽ യാതൊരു മാറ്റവുമില്ല, അതിപ്പോഴും സജീവമായി തന്നെ പുരോഗമിക്കുന്നു. ഇസ്രായേലും ഹമാസും ഈ സമാധാന കരാറിൽ പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബന്ദി കൈമാറ്റം എല്ലാം നടക്കുന്നത് അത് അത്ര സുഗമമാവില്ല, ഒരുപാട് ഈ മരിച്ചുപോയ ബന്ദികളുടെ മൃതദേഹങ്ങളെല്ലാം വീണ്ടെടുക്കുന്നതിൽ കാലതാമസം നേരിട്ടേക്കാം എന്നുൾപ്പെടെ JD വാൻസ് പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ആവർത്തിച്ച് ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ അവർ മനഃപൂർവ്വം ഒരു വീഴ്ച വരുത്തുന്നു, അവർ അത് മനഃപൂർവ്വം വൈകിക്കുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു. അതുപോലെ തന്നെ ഈ സമാധാന കരാർ അതിലൂന്നി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് JD വാൻസ് പറയുമ്പോഴും ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ ഈ സമാധാന കരാർ നിലവിൽ വന്ന് 8-10 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സംഘർഷം ഉടലെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസയിൽ വീണ്ടും ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു.
ഇതിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് റഫ അതിർത്തിയിൽ കാവൽ നിന്നിരുന്ന 2 ഇസ്രായേലി സൈനികരെ വധിക്കുന്ന ഒരു നിലപാട് അത് ഹമാസ് സ്വീകരിച്ചിരുന്നു. ഹമാസ് ഇക്കാര്യം ഈ ഒരു ഇസ്രായേലിന്റെ വാദം അത് നിഷേധിച്ചതാണ്. എന്നാലും ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം കൊമ്പ് കോർക്കുന്ന പല ഒരു അവസ്ഥകളും ഇതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ ഈ ബന്ദി കൈമാറ്റവും വൈകുകയാണ്. അതിനിടയിൽ ഇസ്രായേലി സംഘർഷങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ നിലവിൽ ഈ അതിർത്തി അടച്ചിരിക്കുകയാണ്. അഭിലാഷ്, യെസ്, എന്തായാലും ഹമാസിന് വീണ്ടും അന്ത്യശാസനം എന്ന നിലയിൽ തന്നെയാണ് ട്രംപ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. സമാധാന ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോയാൽ ആക്രമിക്കുക തന്നെ ചെയ്യും എന്ന് ഹമാസിനോട് ആവർത്തിക്കുകയാണ്. അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സമാധാന ചർച്ചകൾ സുഖകരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് JD വാൻസും പറയുന്നു. സമാധാന ശ്രമങ്ങൾ തുടരുന്നു.